ചരിത്രത്തിൽ ആദ്യമായി അടിമത്തത്തെ ന്യായീകരിക്കുന്നതിൽ കത്തോലിക്ക സഭയ്ക്ക് സംഭവിച്ച വീഴ്ചകൾ തുറന്നു പറഞ്ഞ് പരസ്യമായി ക്ഷമാപണം നടത്തി ലിയോ 14 മാർപ്പാപ്പ. അടിമത്തത്തെ നൂറ്റാണ്ടുകളോളം അപലപിക്കുന്നതിൽ വത്തിക്കാന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ഈ കറുത്ത അധ്യായം ക്രിസ്തീയ സ്മരണയിലെ ഒരു മുറിവാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. മെയ് 25 പുറത്തിറക്കിയ പാപ്പയുടെ ആദ്യത്തെ ചാക്രിക ലേഖനമായ മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് എന്ന ചാക്രിക ലേഖനത്തിലൂടെയാണ് മാർപ്പാപ്പ ഈ ചരിത്രപ്രധാനമായ മാപ്പാപേക്ഷ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യയുടെ കാലഘട്ടത്തിൽ മനുഷ്യന്റെ അന്തസ്സ് കാത്തുസൂക്ഷിക്കേണ്ടതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഈ പുതിയ വത്തിക്കാൻ രേഖ. ഡിജിറ്റൽ വിപ്ലവം വഴി ഉണ്ടാകാൻ സാധ്യതയുള്ള പുതിയ രൂപത്തിലുള്ള അടിമത്തങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനിടയിലാണ് മുൻകാലങ്ങളിൽ സഭയ്ക്ക് സംഭവിച്ച തെറ്റുകൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. മാർപ്പാപ്പയുടെ പ്രസ്താവനയിലെ പ്രധാന വിവരങ്ങൾ താഴെ പറയുന്നവയാണ്. സഭയുടെ പേരിൽ മാപ്പപേക്ഷ. കർത്താവ് അളവറ്റ രീതിയിൽ സ്നേഹിക്കുന്ന മനുഷ്യരുടെ അന്തസ്സിന് വിരുദ്ധമായി മുൻകാലങ്ങളിൽ അവർ അനുഭവിക്കേണ്ടി വന്ന കടുത്ത പീഡനങ്ങളും അപമാനങ്ങളും ഓർക്കുമ്പോൾ ആഴമായ ദുഃഖം തോന്നാതിരിക്കാൻ കഴിയില്ലെന്ന് ലിയോ 14 മാർപ്പാപ്പ വ്യക്തമാക്കി. സഭയുടെ പേരിൽ ഇതിനായി താൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നതായും അദ്ദേഹം എഴുതി. 15-ാം നൂറ്റാണ്ടിലെ വത്തിക്കാൻ നിർദ്ദേശങ്ങൾ. 15-ാം നൂറ്റാണ്ടിൽ വത്തിക്കാൻ പുറപ്പെടുവിച്ച ചില കൽപ്പനകൾ ആഫ്രിക്കയിലെയും അമേരിക്കയിലെയും പ്രദേശങ്ങൾ കീഴടക്കാനും അവിടുത്തെ ജനങ്ങളെ അടിമകളാക്കാനും യൂറോപ്യൻ ഭരണാധികാരികൾക്ക് അധികാരം നൽകിയിരുന്നു. മുൻപ് പല മാർപ്പാപ്പമാരും അടിമ കച്ചവടത്തിൽ ക്രിസ്ത്യാനികൾ പങ്കാളികളായതിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും മുൻകാല മാർപ്പാപ്പമാരുടെ കൽപ്പനകൾ കൊളോണിയൽ അധിനിവേശങ്ങൾക്കും അടിമത്തത്തിനും വഴി തുറന്നതിനെ പരസ്യമായി അംഗീകരിച്ച് മാപ്പ് ചോദിക്കുന്നത് ഇതാദ്യമായാണ്. ഭാവിയിലേക്കുള്ള ജാഗ്രത. പണത്തെക്കാളും സാങ്കേതിക വിദ്യയെക്കാളും പ്രാധാന്യം മനുഷ്യന് നൽകണമെന്ന് ആഹ്വാനം ചെയ്ത മാർപ്പാപ്പ ഡിജിറ്റൽ യുഗത്തിലെ മനുഷ്യക്കടത്തിനും ചൂഷണങ്ങൾക്കുമെതിരെ സഭ ശക്തമായി നിലകൊള്ളണമെന്ന് ഓർമ്മിപ്പിച്ചു. ഭാവിയിൽ മനുഷ്യന്റെ അന്തസ്സ് സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന പേരിൽ വീണ്ടും ഒരു മാപ്പാപേക്ഷ നടത്തേണ്ട സാഹചര്യം ഉണ്ടാക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സഭയുടെ ധാർമ്മികമായ വിശ്വസ്തത ഉയർത്തുന്ന വലിയൊരു ചുവടുവെപ്പാണ് മാർപ്പാപ്പയുടെ ഈ പ്രഖ്യാപനമെന്ന് വിവിധ ചരിത്രകാരന്മാരും കത്തോലിക്ക കൂട്ടായ്മയും വിലയിരുത്തി.